ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസ് അബ്രോനാൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ വിശ്വാസവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. പിശാച് ബാധിച്ച മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ എത്തി കർത്താവ് അവനെ പിശാചിൽ നിന്ന് വിമോചിപ്പിച്ചതിന് ശേഷം കർത്താവ് യാത്ര മുമ്പോട്ട് തുടരുമ്പോൾ പിശാച് ബാധിച്ച മനുഷ്യൻ കർത്താവിനെ ചോദിക്കുന്നുണ്ട്, ഞാനും നിൻ്റെ കൂടെ വരട്ടെ. ഉടനെ അവനെ അനുവദിക്കാതെ കർത്താവ് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുക്കിലേക്ക് പോകുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും കണ്ടെത്തി അതിനെ നന്ദി പറയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാനും നമുക്കിടയായി തീരട്ടെ. എന്തെല്ലാം ദൈവം എന്നോട് കരുണ കാണിച്ചു, എങ്ങനെയാണ് എന്നെ അവൻ സ്നേഹിച്ചത്, എങ്ങനെയാണ് അവൻ ഇന്നും എന്നെ വഴി നടത്തുന്നത്, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് എന്തെല്ലാം കൃപകളാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അനുദിനവും ചൊരിയുന്നത്. ആ കാര്യങ്ങളെല്ലാം കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആദ്യമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പിന്നീട് അവ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ, അതിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്തുവാൻ നമുക്കിടയാകട്ടെ. യേശു ലോകരക്ഷകനാണ് എന്ന് വിളിച്ചു പറയുവാൻ നമുക്കിടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.